പണം വേണ്ട, എന്റെ സഹോദരിയുടെ ജീവൻ തിരികെ നൽകാമോ? വിജയുടെ സഹായം നിഷേധിച്ച് ദുരന്തത്തിൽ മരിച്ച സ്ത്രീയുടെ ബന്ധുക്കൾ. തമിഴ് സൂപ്പർ താരം വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം കരൂരിൽ സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ മരിച്ച ബൃന്ദ എന്ന സ്ത്രീയുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ച ധനസഹായം നിഷേധിച്ച് ബന്ധുക്കൾ. പണം വേണ്ട, സഹോദരിയെ തിരികെ തരൂ എന്നാണ് കുടുംബം പറഞ്ഞത്. കുടുംബത്തിന് പണം വേണ്ടെന്നും പൊതുയോഗങ്ങൾക്ക് ശരിയായ ക്രമീകരണങ്ങൾ ചെയ്തില്ലെങ്കിൽ അത്തരമൊരു പ്രഖ്യാപനം അർത്ഥശൂന്യമാണെന്നും ബൃന്ദയുടെ സഹോദരി പറഞ്ഞു. തിക്കിലും തിരക്കിലും പെട്ട് ദുരന്തം സംഭവിച്ചതായി വാർത്ത വന്നതിന് ശേഷം നിരന്തരം ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ലെന്ന് ബൃന്ദയുടെ സഹോദരി പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ബൃന്ദയുടെ മരണവാർത്ത ബന്ധുക്കൾ അറിഞ്ഞത്. ഒരു യോഗം സംഘടിപ്പിക്കുകയാണെങ്കിൽ സ്ഥലമുണ്ടെന്ന് ഉറപ്പാക്കുക, ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുക. നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല. എനിക്ക് പണം വേണ്ട, എന്റെ സഹോദരിയുടെ ജീവൻ തിരികെ നൽകാൻ കഴിയുമോ? ബൃന്ദയുടെ സഹോദരി ചോദിച്ചു. വിജയുടെ കടുത്ത ആരാധികയായ ബൃന്ദ ഇന്നലെ കരൂരിലെ റാലിയിൽ ആവേശഭരിതയായിരുന്നു. തന്റെ 2 വയസ്സുള്ള മകനെ സഹോദരിയുടെ കൂടെ നിർത്തി നായകനെ ഒരു നോക്ക് കാണാമെന്ന പ്രതീക്ഷയിലാണ് ബൃന്ദ പോയതെന്ന് ബന്ധുക്കൾ പറയുന്നു. തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ചുവെന്ന വാർത്ത വന്നതിന് ശേഷം നിരന്തരം വിളിച്ചിരുന്നെങ്കിലും ഒരു പ്രതികരണവും ലഭിച്ചില്ല. വൈകുന്നേരം 4 മണിയോടെ ഞങ്ങൾ അവളെ വിളിച്ചു, പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ ഒരു പ്രതികരണവും ഉണ്ടായില്ല. 10 മണി കഴിഞ്ഞപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്ന് രാവിലെ അവളുടെ ഭർത്താവ് അവളുടെ ഫോട്ടോ സംഘാടകർക്ക് അയച്ചു. അപ്പോഴാണ് അവൾ മരിച്ചുവെന്ന വിവരം ഞങ്ങൾ അറിഞ്ഞത്. ബൃന്ദയുടെ സഹോദരി പറഞ്ഞു. തിക്കിലും തിരക്കിലും മരിച്ച ഓരോ വ്യക്തിയുടെയും കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ സഹായവുമാണ് വിജയ് പ്രഖ്യാപിച്ചത്. അതേസമയം ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച മോഹൻലാൽ രംഗത്തെത്തി. കരൂർ ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എന്റെ ഹൃദയത്തിൽ തൊട്ട പ്രാർത്ഥന. പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാനുള്ള കരുത്തുണ്ടാവട്ടെ, മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു.